ഗുഡ് ഈവനിങ്. നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം സംഘടിപ്പിച്ചത്. കാരണം നമ്മളെല്ലാവരും തന്നെ വളരെ പ്രശസ്തരായവരാണ്. ചേച്ചി സൂചിപ്പിച്ചത് തന്നെ എല്ലാവരും തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ളവരാണ്. അപ്പോൾ നമുക്ക് സുഭദ്രയുടെ അമൃതയുടെ ആൾക്കാരാണ്. നമുക്കെന്തോ പരിപാടി ഉണ്ടെന്നും ആ കൂട്ടത്തിൽ ഇതിലും വരാമെന്നും പറഞ്ഞിട്ടായിരുന്നു വിളിച്ചതെന്നാണ് പറഞ്ഞത്. നമ്മളൊന്നും വെച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഓരോ തിരക്കിൽ ഞങ്ങളൊന്നും വെച്ചില്ല. അതാണ് ഓരോ നിയോഗം എന്ന് പറയണം. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പിന്നെ അഞ്ചു ഞങ്ങളുടെ മകളാണ്. ഷഹീർ സീനത്തിൻ്റെ സാരഥിയാണ്. പിന്നെ അവർക്ക് ഓഡിറ്റർ കിട്ടുകയും കിട്ടി. എനിക്ക് ഫേസൊക്കെ നല്ല പരിചയമാണ്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് കാണുന്നുണ്ട് നിങ്ങൾ ഫീൽഡ് വർക്കിന് പോകില്ലേ. അപ്പം ഞാനോർത്ത് അങ്ങനെ പോയി കണ്ടതാണ്. അപ്പോൾ അതേപോലെ എല്ലാം നമുക്ക് സംഘടിപ്പിച്ച് പ്രകൃതി അങ്ങേയറ്റം നമസ്കരിക്കാം. ഒരു ധാരണയെ എനിക്കുണ്ട്. പക്ഷെ ഇതൊക്കെ കൂടെ നമ്മൾ ഇന്നിപ്പോൾ കുട്ടികളോട് വന്നവർ അവിടെ ഒരു തൈലടക്കം അല്ലെങ്കിൽ തുളസിത്തരനൊക്കെ ഒന്നും വേണ്ട. എൻ്റെ വീട്ടിൽ ശരിക്കും നല്ലൊരു ബോധം വരണം. നമുക്ക് ബോധം ഉണ്ടെങ്കിലും ശരിക്കും നമുക്ക് ശരിക്കും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മളെ പേഴ്സണലായിട്ട് കാണാം എന്ന് വിചാരിച്ച് ചേച്ചി പറഞ്ഞാകുമ്പോൾ ഉടനെ തിരിച്ചു പോരാം. ദിനം എന്ന് പറഞ്ഞ് ക്യാമ്പസ് മുഴുവൻ തൈകൾ നടാറുണ്ട്. അത് സെലക്റ്റീവായിട്ടുള്ള വൃക്ഷങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. എന്താണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ മണപ്പുറത്ത് ശിവരാത്രി കഴിച്ചിട്ട് 10 പ്രാവശ്യം പറഞ്ഞു സത്യമായി വേണമെന്ന് പറഞ്ഞതുപോലെ നമ്മളിത് എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മൾ അതുകൊണ്ടാണ് തുളസി വനം ഉണ്ടാക്കുക. അപ്പൊ അതാണ് വിചാരിച്ചത്. നമ്മളിൽ നിന്ന് പോവാതെ നമ്മൾ ഇതുമാതിരി തന്നെ ആർക്കെങ്കിലൊക്കെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അവർക്കും സോഷ്യോ എക്കണോമിക് യൂത്ത് ഫൗണ്ടേഷന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.